ഹേ ഗായ്സ്, എല്ലാവർക്കും ഹാർഡ് കോർ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ അതിനുള്ള റിസോഴ്സസ് നമുക്ക് ഗ്യാദർ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുൾ ഡയമണ്ട് ആർമർ ആയതിനു ശേഷം അതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ അതൊരു ഷോർട്ട്സ് ആയിട്ടാണ് ഇട്ടത്. വീണ്ടും ഒരു വീഡിയോ എടുത്തിട്ട് ആദ്യം വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ ഗോള്. അപ്പോൾ നമുക്ക് ആദ്യം സ്ഥലം കണ്ടുപിടിക്കാം. ഗൈസ്, എനിക്ക് വീടുണ്ടാക്കാൻ ഐലൻഡ് പോലെ കിട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പ്ലെയിൻസ് ഉണ്ട്, നമുക്കിവിടെ ഒരു ഐലൻഡ് പോലെ കിട്ടാൻ കുറച്ച് പണിയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. നല്ല സ്ഥലം കിട്ടിയൊരു ഇവിടെ ലാവ ഉണ്ട്, അതാണ് ഇങ്ങനെ സ്റ്റോണായി നിൽക്കണം. ഇവിടെ അവിടെ ഒരു ലാവ പൂളുണ്ട്. നമുക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു മല പോലെ ഉണ്ട്. നമുക്ക് മുന്നോട്ട് കടന്നാൽ ചിലപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടാൻ സാധ്യത ഉണ്ട്. ഞാൻ കുറച്ചും കൂടി പോവട്ടെ. എന്നാലും എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ പോയി. ഈ ചാനൽ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ വെറുതെ ഞാനായിട്ട് എഡിറ്റ് ചെയ്താൽ ഉളക്കി. ഞാൻ എഡിറ്റ് ചെയ്തതായിരുന്നു. എഡിറ്റ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞ് സേവ് ചെയ്യാൻ നിന്നപ്പോൾ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. അയ്യോ ഹാർഡ് കോർ പോയിരുന്നു. നമ്മളിപ്പോൾ പണിക്കൊന്നുമില്ല. ചിലപ്പോൾ ഈ മല ഒന്ന് കയറിയിട്ട് അതിൻ്റെ അപ്പുറത്ത് പ്ലെയിൻസ് കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, മല ഏകദേശം പകുതി കയറി. നമുക്ക് കുറച്ചും കൂടി കയറാണ്ട്. ഈ ഹാർഡ് കോർ എങ്ങനെയാലും മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. നല്ലൊരു പ്ലെയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീട് വെക്കാം. ഇവിടെ തന്നെ വീട് വെക്കാം. ആ ഭാഗത്ത് നമുക്ക് നമ്മുടെ ബേസ് വീട് ഉണ്ടാക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. പറഞ്ഞട്ടെ. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇവിടെ വെക്കാം. കഴിച്ച് നമുക്കിവിടെ മരമില്ല. കണ്ടുപിടിച്ച സ്ഥലവും തെറ്റാണ്. ഇവിടെ തീരെ മരമില്ല. പക്ഷേ ആ ഭാഗത്ത് ഫുള്ള് ഫോറസ്റ്റാണ്. നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ അതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കിയേക്കട്ടെ. 540 1130 പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വലിയ വലിയ മരങ്ങളാണ്. ഈ മരം ഇഷ്ടമല്ല. ഇത് കുറേ ഉണ്ടാവും, പക്ഷേ മുറിക്കാൻ നല്ല പണിയാണ്. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് കവുണ്ട്. നമുക്ക് വരണ്ട് തീർക്കാം. നമുക്ക് ലെതറിന് ആവശ്യം വരും എപ്പോഴെങ്കിലും. ഗൈസ്, ഇവിടെ ഒന്നും ഫോറസ്റ്റ് ഇല്ലല്ലോ. കുറച്ചും കൂടി എൻ്റെ പോയി നോക്കാം. നമുക്ക് വേഗം മരമൊക്കെ മുറിക്കാം. ഈ ഭാഗത്തുണ്ടാവും. കാണുന്ന ഫോറസ്റ്റ്. ഇവിടെ കുറച്ച് അയയിരിക്കുന്നുണ്ട്, എടുക്കട്ടെ. ഇവിടെ കുറേ മരമുണ്ട്. ഇത് ഫുള്ള് ഞാൻ മുറിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് പോവാം. ഗൈസ്, ഞാനിവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു വില്ലേജ് കണ്ടത്. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് കാണാനുണ്ട്. ഇത് ഞാൻ വന്ന വില്ലേജാണോ അറിയില്ല. അങ്ങോട്ടൊക്കെ നമ്മൾക്ക് പതുക്കെ പോവാം. ഇനി അടിയിൽ കുറച്ച് മരമുണ്ട്, നമുക്ക് അതും കൂടി മുറിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ എല്ലാ മരം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതല്ല, 2 സ്റ്റാക്ക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. നമ്മുടെ വഴി ഏതായിരുന്നു? അങ്ങോട്ടാ. അയ്യോ, നൈറ്റ് ആവണേ, വേഗം പോ. അയ്യാ, ഇപ്പോൾ സിമ്പിളല്ലേ, പ്രോ പ്ലെയർ.
ഗൈസ് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഇവിടെയുള്ള യുദ്ധമൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാം. ഇതിലൊരു 4 ചെസ്റ്റ് ഉണ്ടാക്കാം. ഇനി നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ വെക്കാം. ഡയമണ്ട്, ബാക്കിയുള്ള ഐറ്റംസ് ഒരു ശവലേക്ക് വെക്കാം. ബാക്കിയുള്ള ക്യാരറ്റൊക്കെ അതിൽ വെക്കട്ടോ. ഓ ക്രീപ്പർ ഒക്കെ പൊട്ടിച്ച് ഞാൻ ചേച്ചിപ്പോൾ ഹാർഡ് കോർ വീർന്ന് ഇവിടുന്ന്. ഇല്ല സാറില്ല, നമുക്ക് വേഗം ഹെൽത്തൊക്കെ കൂട്ടിയിട്ട് സെറ്റാക്കാം. ക്രീപ്പർ ഈ സ്ഥലം മൊത്തം നശിപ്പിച്ച്. സാറില്ല, ഡയമണ്ടൊന്നും പോയില്ലല്ലോ. ഓക്കെ, നമുക്ക് ഈ ചെസ്റ്റ് കൊണ്ട് എടുത്തിട്ട് ഇതൊരു ഡബിൾ ചെസ്റ്റ് ആക്കാം. ഈസിൻ്റെ ബെഡ് പോയി, ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി, ഫർണസ് മാത്രമുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം. നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് ഷീപ്പ് ഉണ്ട്, പിന്നെ തട്ടാം. ഓക്കെ, നമുക്ക് ഇനി ഈ ഭാഗം ഒന്ന് ടെറഫോം ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഫുള്ള് ടെറാഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഷീപ്പ് അയ്യോ ഇനി നമുക്ക് തീരെ ലെക്കില്ല തോന്നണേ. ഓക്കെ ഗൈസ്, നമ്മൾ സെറ്റായിട്ട് ഇനി നമുക്ക് ഈ ഷീപ്പിനെ തീർക്കാം. ഇനി ഒന്നും ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു ഷീപ്പ് കൂടി ഉണ്ട്, അതിനെ തീർക്കാം. ഓക്കെ, നമുക്കിപ്പോൾ 3 വൂള് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം ഒരു ഷീപ്പും സ്പോണായില്ല, ഇപ്പോഴൊക്കെ സ്പോണാവും. 3 വൂള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇതിവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് റിസോഴ്സസ് ഗാദർ ചെയ്ത ഐറ്റംസൊക്കെ നമ്മൾ വെക്കാനായിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഇവിടെയാണ് ഞാൻ വീടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റിലാണ് നമ്മുടെ വീടുണ്ടാക്കാനുള്ള ഐറ്റംസ് ഇരിക്കണത്. നമുക്കിനി മരം വേണം. ഞാൻ അവിടെ പോയിട്ട് ബാക്കി മരമൊക്കെ മുറിച്ചിട്ട് വരാം. നമുക്കൊരു 2 സ്റ്റേക്ക് മരം കൂടി കിട്ടിയാൽ വീടുണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ സെറ്റാവും. ഇനി നമുക്കൊരു 4 സ്റ്റേക്ക് സ്റ്റോൺ വേണം. അപ്പം ഇനി നമുക്കൊരു 2 സ്റ്റേക്ക് മരം കൂടി എടുക്കാം. 2 സ്റ്റേക്ക് മതിയില്ലേ? 2 സ്റ്റേക്ക് മതി. ചെറിയ വീടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ മരം ഫുള്ള് മുറിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ നൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ബേസിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ വലിയൊരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ആ മരം മൊത്തം മുറിച്ചിട്ട് നമുക്ക് 2 സ്റ്റേക്ക് ഓക്ക് ലോഗ് വേണം. പിന്നെ നമുക്ക് 2 സ്റ്റേക്ക് ബ്രിച്ച് ലോഗ് വേണം. അപ്പോൾ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ 2 സ്റ്റേക്ക് മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ 2 സ്റ്റേക്ക് ബ്രിച്ചൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മരം മൊത്തം ഈ ചെസ്റ്റിലാക്കി വെക്കാം. ഓക്കെ, ഏകദേശം വീടുണ്ടാക്കാനുള്ള ഐറ്റംസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമുക്ക് അതിലിടയ്ക്ക് ഒരു സാഡിലും ഒരു ഗോൾഡ് ആർമറും കിട്ടി, ഹോഴ്സ് ആർമർ. അത് ഞാൻ അവിടെ നിന്നൊരു വില്ലേജ് കണ്ടിരുന്നില്ലേ, അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു കുതിരനെ ടൈം ചെയ്ത് അങ്ങനെ നമുക്കൊരു കുതിരയും സെറ്റായി. ഇനി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാനിവിടെ ഈ ബ്ലോക്ക് മൈൻ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഡയമണ്ടിൻ്റെ ഓറ് കണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡയമണ്ട് മൈൻ ചെയ്ത് വെക്കാം. 2 എണ്ണം ഉണ്ട്. ഇനിയും ഉണ്ടോ? ഗൈസ്,
അപ്പം നമുക്ക് ഈ ബ്ലോക്ക് ഒരു 4 സ്റ്റേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഫുള്ള് മൈൻ ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റോണും ബാക്കിയുള്ള അണ്ടർഗ്രൗണ്ട് ബ്ലോക്കൊക്കെ നമ്മൾ മൈൻ ചെയ്തെടുത്തിക്കണ്. നമുക്കിതൊക്കെ ചെസ്റ്റിൽ ആക്കി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മളൊക്കെ ചെസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. വീടുണ്ടാക്കാനുള്ള ഐറ്റംസും അതിൻ്റെ ചെസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മറ്റേ സ്പ്രൂസിൻ്റെ മരമാണ്. അതിന് നമുക്ക് ടൈഗർ ബയം കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ടൈഗർ ബയം കണ്ടുപിടിക്കാൻ പോവാം. ഗൈസ്, നമുക്ക് കുറച്ച് ദൂരക്ക് പോയിട്ട് ആ സ്പ്രൂസിൻ്റെ മരം കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇനി ആ സ്പ്രൂസിൻ്റെ മരമാണ് ആവശ്യം. അപ്പം നമുക്ക് ഈ ഡയറക്ഷനിൽ കുറച്ചുകൊണ്ട് പോയി നോക്കാം. അവിടെ ഒരു ചെറിയുടെ ബയോമുണ്ട്, ചെറിയ വുഡിൻ്റെ ബയോമുണ്ട്. നമുക്ക് ആ മരം ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് സ്പ്രൂസിൻ്റെ മരമാണ് മെയിനായിട്ട് ആവശ്യം. അപ്പം നമുക്ക് ആ ബയോമ് നമുക്ക് ഇവിടുന്ന് തിരഞ്ഞ് പോവാം. ഗായ്സ്, ഞാൻ ആ ബയോമ് തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു റൂയിൻ്റെ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ലൂട്ടൊന്ന് നോക്കാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒബ്സിഡിയനൊക്കെ എടുത്ത് പോവാം. നമുക്ക് പിന്നീട് പോർട്ടലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും. നമ്മളിവിടെയുള്ള എല്ലാ ഒബ്സിഡിയനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ലാവ പൂളുണ്ട്. നമുക്ക് എപ്പോഴേലും ലാവയുടെ ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വരാം. നമുക്ക് ഇനി കുറച്ച് ദൂരെ കൂടിയും പോയി നോക്കാം. അപ്പോൾ നമുക്ക് ആ സ്പ്രൂസിൻ്റെ ബയോമ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടില്ല, നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം. നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. കുറേ നേരത്തിന് ശേഷം നമ്മൾ ബയോമ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 4 സാപ്ലിങ് ഒരു 5-6 സാപ്ലിങ് നമുക്ക് എടുത്തിട്ട് ബേസിൻ്റെ അവിടേക്ക് പോവാം. പക്ഷെ ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല. സേഫ് അല്ല അത്ര. എന്തായാലും നമുക്കൊന്ന് സേഫാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ഒരു ചെറിയ മരം നോക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. പിന്നെ കുറച്ച് ചെറിയ മരം മുറിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സാപ്ലിങ് കിട്ടണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊരു വേറെ ടാസ്ക്കാണ്. അപ്പം നമുക്ക് ഒരു 4 സാപ്ലിങ് ആയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് 6 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് ഒന്നും കൂടി പോകണം. കാരണം ഈ ബയോമിൽ നമുക്ക് കോസ്റ്റ് ഡേറ്റ് കുറേ കിട്ടും. ആ കോസ്റ്റ് ഡേറ്റ് ആവശ്യമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പാത്ത് വേ ഉണ്ടാക്കാനാണ്. എല്ലാവരും ഷവലായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനത്തെ പാത്താണ് ഉണ്ടാക്കൽ. ഞാനിവിടെ കോസ്റ്റ് ഡേറ്റ് ആയിട്ടാണ് ആ പാത്ത് വേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ആ കോസ്റ്റ് ഡേറ്റിൻ്റെ അവിടെ എത്താൻ ഈ ബയോമിലൂടെ പോയാൽ മതി എന്ന് തോന്നണ്. എന്നാലും അത് കിട്ടുക. കുറച്ചുകൊണ്ട് പോയി നോക്കാം. സവാന ബയോമുണ്ട്, പക്ഷേ നമുക്ക് ആ മരത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ടൈഗർ ബയോമാണ് വേണ്ടത്. ഇത്രയും പോയിട്ടൊരു ടൈഗർ ബയോമ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സവാന ബയോമുണ്ട്. ഇത് കോസ്റ്റ് ഡേറ്റാലോ. ഇവിടെ കോസ്റ്റ് ഡേറ്റ് വരുമോ? സവാന ബയോമേ വരൂലേ? അപ്പോൾ ഇത് ഫുൾ എടുക്കാം. അതിനല്ലേ അതാ തന്നെ കോസ്റ്റ് ഡേറ്റ്. ഗൈസ്, നമുക്ക് ആവശ്യത്തിലുള്ള കോസ്റ്റ് ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ വീട്ടിലേക്ക് പോകാം. അപ്പം ഞാൻ ബേസിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെസ്റ്റിൽ നമുക്ക് ഈ ഐറ്റംസൊക്കെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ നമ്മൾ ബേസിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെ ബേസിലെത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് ഈ ഐറ്റംസൊക്കെ പെട്ടിക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂസിൻ്റെ മരം വെക്കണം. ഞാൻ വേറൊരു റൂമിൻ്റെ പോർട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എനിക്ക് 2-3 ലോഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇവിടെയാണ് വീട് ഉണ്ടാക്കാൻ പോണത്. അതാണ് നല്ലത്. പിന്നെ നമുക്ക്
6 സാപ്ലിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അപ്പം നമുക്ക് വീടുണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.